എംഎംഒ പ്രൈവറ്റ് ഐടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SMBSൻ്റെ പാർട്ട് 3 ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ഭാഗങ്ങൾ ടോപ്പോളജീസ് ഓഫ് SMBS യൂസ്ഡ് ഇൻ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. അത് നമുക്ക് SMBS ടോപ്പോളജി നോക്കാം. SMBS circuits contains inductors, capacitors, power transistors and rectifiers. Their particular configuration is referred to as SMBS topology. SMBSൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. SMBSൽ എന്തൊക്കെയുണ്ട്? കപ്പാസിറ്റർ, ഇൻഡക്ടർ, പവർ ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ്. ചാർജ്, എനർജി സ്റ്റോറേജ് ആയിട്ടുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററും അതുപോലെ പവർ ട്രാൻസിസ്റ്റേഴ്സ്, റെക്ടിഫയേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ, അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? SMBS ടോപ്പോളജി. അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് ടോപ്പോളജി എന്ന് പറയും. SMBS SMBS ടോപ്പോളജി എന്ന് പറയും. അപ്പോൾ SMBS സർക്യൂട്ട്സ് കണ്ടെയ്ൻസ് ഇൻഡക്ടേഴ്സ്, capacitors, power transistors and rectifiers. Their particular configuration is referred to as SMBS topology. ഇനി SMBS can be classified depending on the method of operation, input-output voltage, circuit topology. SMBSനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, അതിൻ്റെ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ, ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിക്ക്, ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനനുസരിച്ചിട്ട്, സർക്യൂട്ട് ടോപ്പോളജിക്ക് അനുസരിച്ചിട്ട് നമുക്ക് SMBSനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. SMBS ക്യാൻ ബി ക്ലാസിഫൈഡ് ഡിപ്പെൻഡിങ് ഓൺ ദ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ്, സർക്യൂട്ട് ടോപ്പോളജി. ദർ ഇസ് എ വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പോളജീസ്. ഒരുപാട് ടൈപ്പ് ടോപ്പോളജീസ് ഉണ്ട് SMBSൽ തന്നെ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടോപ്പോളജീസാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. SMBS ടോപ്പോളജി: AC to DC converter type SMBS, DC to DC converter type SMBS, flyback converter type SMBS, forward converter type SMBS. അപ്പോൾ 4 ടോപ്പോളജീസ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? AC to DC converter type SMBS, DC to DC converter type SMBS, flyback converter type SMBS, forward converter type SMBS. ഇനി അതിൽ ഫസ്റ്റ് AC to DC converter type SMBS നോക്കാം. AC to DC converter type SMBSൽ അതിൻ്റെ ഫിഗർ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് SMBSൻ്റെ വർക്കിംഗ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞത് AC ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് DC കിട്ടുന്ന SMBS അല്ലേ. അതായത് ഇൻപുട്ട് AC ആയിട്ടുള്ള SMBS. അപ്പോൾ ഇവിടെ ഇൻപുട്ട് AC ഇൻപുട്ട് നമ്മൾ റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ സെക്ഷനിലേക്ക് കൊടുക്കുന്നു. റെക്ടിഫയർ എന്ത് ചെയ്യാം? ACയെ DC ആക്കി മാറ്റും. AC ഇൻപുട്ട് ഈസ് ഫസ്റ്റ് ചേഞ്ച്ഡ് ടു DC. ആ DC ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ACയെ ഹൈ വോൾട്ടേജ് DC ആക്കി മാറ്റും ഫസ്റ്റ് സ്റ്റേജിലെ. ആ ഹൈ വോൾട്ടേജ് DC നമ്മൾ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് സർക്യൂട്ടുകളിലേക്ക് കൊടുക്കും. അവിടെ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്ങാണ് നടക്കുന്നത്. ഈ AC ടു DC കൺവെർട്ടർ ടൈപ്പ് SMBSൽ 15 kHz ടു 50 kHz സ്വിച്ചിങ്ങാണ് നടക്കുന്നത്. 15 kHz മുതൽ 50 kHz വരെയുള്ള സ്വിച്ചിങ് ആണ് AC ടു DC കൺവെർട്ടർ ടൈപ്പ് SMBSൽ നടക്കുന്നത്. 50 kHz എന്നൊക്കെ പറയുമ്പോൾ 20 kHzൻ്റെ എബോവ് ആണല്ലേ, നമ്മൾ ഓഡിയബിൾ റേഞ്ചിനേക്കാൾ മുകളിലാണ് സ്വിച്ചിങ് നടക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു അങ്ങനെ സ്വിച്ചിങ്, അതായത് സ്വിച്ചിങ് ചെയ്ത ശേഷം ആ DC നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? സ്ക്വയർ പൾസ് AC ആയിരിക്കും കിട്ടുക. അത് നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറായ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നു. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ അളവിലേക്കുള്ള AC ആക്കി തന്നെ മാറ്റും. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് റെക്ടിഫയർ ഫിൽട്ടർ സെക്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെ റെക്ടിഫയർ ചെയ്യും. അതായത് DC തന്നെ ആക്കി ഫിൽട്ടർ അതിനെ സ്മൂത്ത് DC ആക്കി നമുക്ക് ഔട്ട്പുട്ടിൽ റെഗുലേറ്റഡ് DC കിട്ടുന്നു. ആ റെഗുലേറ്റഡ് DCയുടെ ഒരു ഭാഗം നമുക്കിവിടെ റെഗുലേറ്റഡ് DC കിട്ടും അല്ലേ. ആ റെഗുലേറ്റഡ് DCയുടെ ഒരു ഭാഗം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, കൺട്രോൾ സെക്ഷനിലേക്ക് കൊടുക്കുന്നുണ്ട്. കൺട്രോൾ സെക്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻപുട്ടിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വേണ്ട മാറ്റങ്ങൾ സ്വിച്ചിങ്ങിൽ വരുത്തിയിട്ട് ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിലനിർത്തണം. അതിനുവേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? കൺട്രോൾ സെക്ഷൻ. നമ്മൾ പറഞ്ഞു പൾസ് വിഡ്ത്ത് മോഡുലേറ്ററാണ് യൂസ് ചെയ്യുന്നത് എന്നല്ലേ. അപ്പോൾ കൺട്രോൾ സെക്ഷൻ ഇവിടെ കാണാം. ഈ കൺട്രോൾ സെക്ഷന് എവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്? സ്വിച്ചിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ട്.
After step down, the AC goes to rectification and filtering. The output is regulated using PWM, that is pulse width modulator. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഇതാണ് AC to DC കൺവേർട്ടർ ടൈപ്പ് SMPS. അടുത്ത് നമുക്ക് DC to DC കൺവേർട്ടർ ടൈപ്പ് SMPS എന്താണെന്ന് നോക്കാം. ഈ DC to DC അതുകൊണ്ട് ഇൻപുട്ട് DC അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റേജിൻ്റെ ആവശ്യമില്ല. ഏത് സ്റ്റേജിൻ്റെ? ഇൻപുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽറ്ററിൻ്റെ ആവശ്യമില്ലല്ലേ. നമ്മൾ നേരെ DC നമ്മൾ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത്. ഇൻ ദിസ് ഹൈ വോൾട്ടേജ് DC ഈസ് സ്വിച്ച്ഡ് എബവ് 20 kHz. ഇവിടെ സ്വിച്ചിങ് നടക്കുന്നത് എബവ് 20 kHz. അപ്പോൾ സ്വിച്ചിങ് ചെയ്ത സിഗ്നലിനെ എവിടേക്ക് കൊടുക്കുന്നു? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് കൊടുക്കുന്നു. ആ പ്രൈമറിയിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് സെക്കൻഡറിയിൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നമുക്ക് ആവശ്യമായ വോൾട്ടേജ് കിട്ടുന്നു. അതിനെന്ത് ചെയ്യുന്നു? റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ സെക്ഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട DC ഔട്ട്പുട്ടിൽ കിട്ടുന്നു. അതിൻ്റെ കൺട്രോൾ സെക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് കാണാം. കൺട്രോൾ സെക്ഷനിൽ ഔട്ട്പുട്ട് സെൻസർ ഉണ്ട്. ഇവിടെ ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ, എറർ ആംപ്ലിഫയർ ആൻഡ് PWM ഓസിലേറ്റർ, ഇത്രയും ഭാഗങ്ങൾ വരുന്നുണ്ടല്ലേ. ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം ഔട്ട്പുട്ട് സെൻസറിലേക്ക് കൊടുക്കും. അതായത് ഔട്ട്പുട്ട് സെൻസ് ചെയ്യുക, ഒരു ഭാഗം സെൻസ് ചെയ്ത് ഐസൊലേഷൻ ആൻഡ് റെഫറൻസ് എറർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ആ ഫീഡ്ബാക്ക് ഐസൊലേഷൻ സർക്യൂട്ട് വഴി നമ്മൾ ഒപ്റ്റോ കപ്ലറൊക്കെയാണ് ഐസൊലേറ്റർ ഉപയോഗിക്കാറ്. എറർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. എറർ ആംപ്ലിഫയറിൽ ഓൾറെഡി ഒരു വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് റെഫറൻസ് വോൾട്ടേജ്. ആ റെഫറൻസും ഈ കിട്ടുന്ന ഫീഡ്ബാക്കും തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുന്ന സമയത്ത് വ്യത്യാസം വരികയാണെങ്കിൽ എറർ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. അത് PWM ഓസിലേറ്ററിലേക്ക് കൊടുക്കും. അതിനാവശ്യമായ PWM ഓസിലേറ്റർ വർക്ക് ചെയ്യാനാവശ്യമായ എന്ത് ചെയ്യും? അതവിടെ ഒരു സ്ക്വയർ ജനറേറ്റ് ചെയ്യും. സ്ക്വയർ ജനറേറ്റ് ചെയ്ത് അത് സ്വിച്ചിങ്ങിന് ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്ങിനെ കൺട്രോൾ ചെയ്യും. അത് ആ സ്ക്വയറിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ, അതായത് ഓൺ പീരീഡ് എന്ത് ചെയ്യും? ഓൺ പീരീഡ് ഇതിനനുസരിച്ച് എറർ വോൾട്ടേജിനനുസരിച്ചിട്ട് ഡ്യൂട്ടി സൈക്കിളിൽ വേരിയേഷൻ വരികയും സ്വിച്ചിങ്ങിൽ മാറ്റം വരികയും ചെയ്ത് ഔട്ട്പുട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആഫ്റ്റർ സ്റ്റെപ്പ് ഡൗൺ ദ AC ഗോസ് ടു റെക്ടിഫിക്കേഷൻ ആൻഡ് ഫിൽറ്ററിങ്. നമ്മൾ പറഞ്ഞു ദ ഔട്ട്പുട്ട് ഈസ് റെഗുലേറ്റഡ് യൂസിങ് PWM, പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ. മൂന്നാമത്തത് ഫ്ലൈ ബാക്ക് കൺവേർട്ടർ ടൈപ്പ് SMPS ആണ്. ഫ്ലൈ ബാക്ക് കൺവേർട്ടർ ടൈപ്പ് SMPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് SMPS സർക്യൂട്ടാണ് ഫ്ലൈ ബാക്ക് കൺവേർട്ടർ ടൈപ്പ് SMPS. ബിക്കോസ് ഫോർ ലോ ഔട്ട്പുട്ട് പവർ ആപ്ലിക്കേഷൻസ് ഇറ്റ് ഈസ് സ്യൂട്ടഡ്. അതായത് ലോ പവർ ആപ്ലിക്കേഷൻസിലെല്ലാം എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ലെസ് ദാൻ 100 വാട്ട്സിന് താഴെയുള്ള ആപ്ലിക്കേഷൻസിലെല്ലാം നമുക്ക് ഫ്ലൈ ബാക്ക് കൺവേർട്ടർ ടൈപ്പ് SMPS ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ട്രാൻസ്ഫോമർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രൈമറി സൈഡ്, അതുപോലെ ഫ്ലൈ ബാക്ക് ട്രാൻസ്ഫോമർ കാണാം, ഫിൽറ്റർ കപ്പാസിറ്റർ ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഫ്ലൈ ബാക്ക് കൺവേർട്ടർ ടൈപ്പ് SMPS. ഇൻ ദിസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് SMPS സർക്യൂട്ട് ഫോർ ലോ ഔട്ട്പുട്ട് പവർ ആപ്ലിക്കേഷൻസ് ലെസ് ദാൻ 100 watt. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ലോ കോസ്റ്റ് സർക്യൂട്ട്. കോസ്റ്റ് കുറഞ്ഞ സർക്യൂട്ടാണ്. ഇൻ ദിസ് അൺറെഗുലേറ്റഡ് ഇൻപുട്ട് ഈസ് കൺവേർട്ടഡ് ടു AC around 100 kHz ആൻഡ് പ്രൊഡ്യൂസസ് റെഗുലേറ്റഡ് DC. ഇതിൽ നമ്മൾ എല്ലാ സർക്യൂട്ടുകളിലും കൊടുക്കുന്ന അൺറെഗുലേറ്റഡ് DC തന്നെയാണ്. ഇവിടെ അൺറെഗുലേറ്റഡ് DC ഇൻപുട്ടിനെ ഏകദേശം 100 kHz സ്വിച്ചിങ്ങാണ് നൽകുന്നത്. AC അറൗണ്ട് 100 kHz ഫ്രീക്വൻസിയിലുള്ള സ്വിച്ചിങ്ങാണ്. അത്രയും ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്ങാണ് ഇവിടെ നൽകുന്നത്. ആൻഡ് പ്രൊഡ്യൂസസ് റെഗുലേറ്റഡ് DC അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് SMPS. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ടൈപ്പ് SMPS. SMPSൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് ശരിക്കും ഐസൊലേറ്റഡ് ടൈപ്പ്, നോൺ ഐസൊലേറ്റഡ് ടൈപ്പ് ഒക്കെയാണ്. അതിൽ ഐസൊലേറ്റഡ് ടൈപ്പിൽ വരുന്നതാണ് ഈ ഫ്ലൈ ബാക്ക് കൺവേർട്ടർ ടൈപ്പ്. ഇവിടെ കാണാം ആ ട്രാൻസ്ഫോമർ ഇൻപുട്ട് സ്റ്റേജിനെയും ഔട്ട്പുട്ട് സ്റ്റേജിനെയും തമ്മിൽ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസൊലേഷൻ പ്രൊവൈഡ് ബൈ ദ ട്രാൻസ്ഫോമർ. ഫ്ലൈ ബാക്ക് ട്രാൻസ്ഫോമർ പ്രൊവൈഡ്സ് ഐസൊലേഷൻ. ഇൻ ഫ്ലൈ ബാക്ക് ട്രാൻസ്ഫോമർ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡു നോട്ട് കണ്ടക്ട് സിമിൾട്ടേനിയസ്ലി. അവിടെ ഡോട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ട്രാൻസ്ഫോമറിൻ്റെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ അതായത് രണ്ടും, അതായത് പ്രൈമറിയും സെക്കൻഡറിയും അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. അതാണ് ഈ ഫ്ലൈ ബാക്ക് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത. നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യാം, പ്രൈമറി കണ്ടക്ട് ചെയ്യും, അതേ സമയത്ത് സെക്കൻഡറി കണ്ടക്ട് ചെയ്യില്ല. സെക്കൻഡറി കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രൈമറി ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. ഫ്ലൈ ബാക്ക് ഫാമിലി എനർജി ഈസ് അക്യുമുലേറ്റഡ് ഡ്യൂറിങ് ദ ഓൺ സ്റ്റേറ്റ് ഓഫ് എ സ്വിച്ച് ആൻഡ് ഡെലിവേർഡ് ടു ദ ഔട്ട്പുട്ട് ഡ്യൂറിങ് ദ ഓഫ് സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ സ്വിച്ചസ് വഴി ഓൺ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് വഴി
പ്രൈമറി എന്ത് ചെയ്യും, ചാർജസിനെ അക്യുമുലേറ്റ് ചെയ്ത് വെക്കും. ആ ചാർജ് ഓഫ് പീരിയഡിലാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുക. അടുത്തത് ഫോർവേഡ് converter type SMPS. It is an isolated type SMPS and produces controlled and regulated DC from an unregulated DC supply. Unregulated DC സപ്ലൈയിൽ നിന്നുള്ള DCയെ നമുക്ക് ഔട്ട്പുട്ടിൽ കൺട്രോൾ ചെയ്ത് തന്നെ റെഗുലേറ്റഡ് DC ആക്കി നൽകുന്നത് SMPS ആണിത്. ഫോർവേഡ് കൺവേർട്ടർ ടൈപ്പ് SMPS. ഇതിൻ്റെ എഫിഷ്യൻസി നേരത്തെ പഠിച്ച ഫ്ലൈ ബാക്ക് ടൈപ്പിനേക്കാൾ കൂടുതലാണ്. എഫിഷ്യൻസി സ്ലൈറ്റ്ലി മോർ ദാൻ ഫ്ലൈ ബാക്ക് ടൈപ്പ് SMPS. It is used for switching applications in the power range of 100 watt to 200 watt. നേരത്തെ പറഞ്ഞ ഫ്ലൈ ബാക്ക് നമ്മൾ ലെസ് ദാൻ 100 വാട്ട് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫോർവേഡ് കൺവേർട്ടർ ടൈപ്പ് SMPS 100 വാട്ട് 200 വാട്ട് വരെയുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഫോർവേഡ് ടൈപ്പിൽ എന്ത് സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. ഇൻ ദിസ് എ കൺട്രോൾ സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ഫോർ കൺട്രോളിങ് ദ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിനെ കൺട്രോൾ ഇതിലെന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, മോസ്ഫെറ്റ് ഉണ്ട്, ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്, 2 ഡയോഡ് ഉണ്ട്, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കൺട്രോൾ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്. സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിനെ കൺട്രോൾ ചെയ്യാനൊരു കൺട്രോൾ സർക്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ദിസ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ ഇൻപുട്ട് ടു ദ ലോഡ് ഡ്യൂറിങ് ദ കണ്ടക്ഷൻ സൈക്കിൾ ഓഫ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. എനർജി ഫ്രം ദ ഇൻപുട്ട് ടു ദ ലോഡ്, എനർജി ട്രാൻസ്ഫർ ഫ്രം ഇൻപുട്ട് ടു ദ ലോഡ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് എനർജി ഇൻപുട്ടിൽ നിന്ന് ലോഡിലേക്കല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വർക്ക് നോക്കാം. സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് കറണ്ട് പ്രൈമറിയിൽ കൂടെ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. സെക്കൻഡറിയിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. ഡയോഡ് കണ്ടക്ട് ചെയ്യും. അത് ഇൻഡക്ടറും കപ്പാസിറ്ററും എനർജി സ്റ്റോർ ചെയ്യുകയും അതോടൊപ്പം ലോഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. എന്നാൽ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്തോ, ഈ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് പ്രൈമറിയിലൂടെ കറണ്ട് പോകുമോ? ഇല്ല, പ്രൈമറിയിൽ കറണ്ട് ഉണ്ടാവില്ല, സെക്കൻഡറിയിലും കറണ്ട് ഉണ്ടാവില്ല, ഡയോഡിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യില്ല. എന്നാൽ ഇൻഡക്ടറും കപ്പാസിറ്ററും നേരത്തെ സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എനർജി ഉപയോഗിച്ച് ഡയോഡ് D2 എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുകയും ലോഡിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ സ്വിച്ച് ഓൺ ആവുന്ന സമയത്തും ഓഫ് ആവുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് D1 കണ്ടക്ട് ചെയ്ത് ലോഡ് വർക്ക് ചെയ്യുന്നു, ഓഫ് ആകുന്ന സമയത്ത് D2 കണക്ട് ചെയ്ത് ലോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ആകുമ്പോഴും ഓഫ് ആകുന്ന സമയത്തും ലോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനർജി ട്രാൻസ്ഫേർഡ് ഫ്രം ദ ഇൻപുട്ട് ടു ദ ലോഡ് ഡ്യൂറിങ് ദ കണ്ടക്ഷൻ സൈക്കിൾ ഓഫ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ സർക്യൂട്ട്സ് ആർ കോംപ്ലിക്കേറ്റഡ് കമ്പയർഡ് ടു ഫ്ലൈ ബാക്ക്. നോക്കിയാൽ കാണാം നമുക്ക് 2 ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡക്ടറും കപ്പാസിറ്ററും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ സെക്ഷനിൽ എന്താണ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടാണ് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ ഭാഗം. ഓക്കെ, ഇനി നമുക്ക് SMPS യൂസ്ഡ് ഇൻ പേഴ്സണൽ കമ്പ്യൂട്ടർ. SMPS യൂസ്ഡ് ഇൻ പേഴ്സണൽ PCs ആർ AC to DC ടൈപ്പ് സപ്ലൈ. SMPS നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് AC നമ്മൾ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത് 230 വോൾട്ട് 50 ഹെർട്സ് AC ആണല്ലേ. ആ 230 വോൾട്ട് 50 ഹെർട്സിന് DC ആക്കുന്ന ടൈപ്പുള്ള AC to DC ടൈപ്പ് ആണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന SMPS. SMPS യൂസ്ഡ് ഇൻ PCs ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഒരു SMPSും അതിൻ്റെ കണക്ടേഴ്സ് കാണാം. അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. SMPS ഓഫ് ആൻ PC housed in a metal box. ഒരു മെറ്റൽ ബോക്സ് കാണാം അല്ലേ, ഹൗസ്ഡ് ഇൻ എ മെറ്റൽ ബോക്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ്, അതിൻ്റെ ഉള്ളിലൊരു ബോർഡ് ഉണ്ടാകും, പിന്നെ ഫാൻ ഉണ്ടാകും, AC പവർ സോക്കറ്റ്സ് ഉണ്ടാകും, പിന്നെയോ AC പവർ സ്വിച്ചസ് ഉണ്ട്, പവർ സപ്ലൈ ഇൻ്റർഫേസ് കണക്ടേഴ്സ് ഫോർ HDD, DVD, MB, മദർ ബോർഡ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, DVD, ഇതിലേക്കൊക്കെയുള്ള കണക്ടേഴ്സും ഉണ്ടാവും. അപ്പോൾ SMPSൽ എന്തുണ്ട്, ഒരു മെറ്റൽ ബോക്സ് ഉണ്ട്,
ഫാനുണ്ട്, അതുപോലെ എ സി പവർ സ്വിച്ചസ് ഉണ്ട്, എ സി പവർ സോക്കറ്റ്സ്, പവർ സപ്ലൈ ഇൻ്റർഫേസ് കണക്റ്റേഴ്സ് ഫോർ എ മദർ ബോർഡ്, എ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആൻഡ് DVD. ഇത്രയും ഇതിൽ വരുന്നുണ്ട്. ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവിൽ ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് ഡ്രൈവ്, അതുപോലെ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ഒക്കെ അതിലേക്കെല്ലാമുള്ള കണക്റ്റേഴ്സ് ഉണ്ട്. അടുത്തത് ഡിസ്മാൻഡിൽഡ് വ്യൂ ഓഫ് PC SMPS. ഒരു SMPS അഴിച്ചു കഴിഞ്ഞാലുള്ള രൂപമാണ് കാണിച്ചിരിക്കുന്നത്. അഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ആ ബോർഡിൽ ഇതാണ്. ഇതിൽ ABCD എന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഇൻപുട്ട് EMI ഫിൽട്ടർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഇപ്പോൾ പവറിൽ നിന്ന് വരുന്ന ഇവിടെ കാണാം ബ്രിഡ്ജ് EMI ഫിൽറ്ററും അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ ബ്രിഡ്ജ് മൊഡ്യൂളുമാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്തത് ഇൻപുട്ട് ഫിൽട്ടർ കപ്പാസിറ്റേഴ്സ് കാണാം. ഇൻപുട്ട് ഫിൽട്ടർ കപ്പാസിറ്റേഴ്സ്. നെക്സ്റ്റ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ആൻഡ് ഹീറ്റ് സിങ്ക്. സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ആൻഡ് ഹീറ്റ് സിങ്ക്. നെക്സ്റ്റ് പൾസ് ട്രാൻസ്ഫോമർ, ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ, പൾസ് ട്രാൻസ്ഫോമർ കാണിച്ചിട്ടുണ്ട്. അടുത്തത് ഔട്ട്പുട്ട് ഫിൽട്ടർ കോയിൽ കാണാം. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഫിൽട്ടർ കപ്പാസിറ്റേഴ്സ്, കപ്പാസിറ്റർ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ചില അതായത് മെയിൻ സർക്യൂട്ട് ബോർഡിൻ്റെ ഭാഗമല്ലാത്ത കോയിൽസും പിന്നെ കപ്പാസിറ്റേഴ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് ഇവിടെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിൽ കാണിച്ചിരിക്കുന്നത് coil and large yellow capacitor are additional input filtering components that are mounted directly on the power input connector and are not part of the main circuit board. എന്ന് വെച്ചാൽ എന്താ, കോയിലും ലാർജ് യെല്ലോ കപ്പാസിറ്ററും അഡീഷണൽ ഇൻപുട്ട് ഫിൽറ്ററിങ്ങിന് വേണ്ടി കൊടുക്കുന്നതാണ്. നമ്മൾ EMI ഫിൽറ്റർ കൂടാതെ അഡീഷണൽ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഇൻപുട്ട് സെക്ഷനിൽ കണക്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതെന്തല്ല, മെയിൻ സർക്യൂട്ട് ബോർഡിൻ്റെ ഭാഗമല്ല. പക്ഷെ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഭാഗങ്ങൾ. ഇൻപുട്ട് EMI ഫിൽട്ടർ, ഇൻപുട്ട് ഫിൽട്ടർ കപ്പാസിറ്റേഴ്സ്, സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഹീറ്റ് സിങ്ക്, പൾസ് ട്രാൻസ്ഫോമർ, ഔട്ട്പുട്ട് ഫിൽട്ടർ കോയിൽ, ഔട്ട്പുട്ട് ഫിൽട്ടർ കപ്പാസിറ്റർ, അതുപോലെ അഡീഷണൽ ഇൻപുട്ട് ഫിൽറ്ററിങ്ങിനുള്ള കപ്പാസിറ്ററും കോയിലും. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതുപോലെ ഫാന് കൂളിംഗ് ഫാനും കാണിച്ചിട്ടുണ്ട്. ഇനി ടൈപ്സ് ഓഫ് SMPS യൂസ്ഡ് ഇൻ PC-യിൽ പ്രധാനമായിട്ട് 3 ടൈപ്പ് SMPS ആണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ പ്രധാനമായിട്ട് 3 ടൈപ്പ് SMPS ആണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് AT SMPS, 2 ATX SMPS, 3 BTX SMPS. These 3 types of SMPS have different connectors and each wire has different voltages. ഈ 3 SMPSനും വ്യത്യസ്ത കണക്ടേഴ്സും വ്യത്യസ്ത വോൾട്ടേജസുമാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം AT SMPS എന്താണെന്ന് നോക്കാം. AT മീൻസ് എന്താണ്? സ്റ്റാൻഡ്സ് ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി. AT സ്റ്റാൻഡ്സ് ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി. ദീസ് ആർ ആൾ ഓൾഡ് SMPS. AT SMPS എന്ന് പറയുന്നത് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച ഓൾഡ് SMPS ആണ്. They had 12-pin female power connector. This is called as AT power connector. ഇതിന് 12 പിന്ന് ഫീമെയിൽ പവർ കണക്ടറാണുള്ളത്. ഈ ഫിഗറിൽ കാണാം, ഫീമെയിൽ കണക്ടറാണ് അല്ലേ. 12 പിൻ ഫീമെയിൽ കണക്ടർ ഉണ്ട്. 6 ഒരു സൈഡിലും 6 മറ്റു സൈഡിലായിട്ട്, അങ്ങനെ 2 ടോട്ടൽ 12 പിന്നെ ഫീമെയിൽ പവർ കണക്ടർ ഉണ്ട്. ദിസ് ഈസ് കോൾഡ് ആസ് AT പവർ കണക്ടർ. They were used in Pentium 1, Pentium MMX, Pentium 2 and Pentium 3 CPUs. Next, ATX SMPS. ATX stands for Advanced Technology Extended. Advanced Technology Extended. ATX stands for Advanced Technology Extended. They had 20-pin female power connector. This is called as ATX power connector. ഇതിൽ 20 പിന്നെ ഫീമെയിൽ പവർ കണക്ടർ ഉണ്ട്. ഫിഗറിൽ കാണാം 20 പിന്നെ ഫീമെയിൽ കണക്ടർ, 10 ഒരു റോയിലും നെക്സ്റ്റ് റോയിൽ 10 ആയിട്ടാണ്. ടോട്ടൽ 20 പിന്നിൻ്റെ ഫീമെയിൽ കണക്ടർ ഉണ്ട്. ഇതിന് ATX SMPS, അതിന് നമ്മൾ ATX പവർ കണക്ടർ എന്നാണ് പറയുന്നത്. They were used in Pentium 3, Pentium 4 and AMD CPUs.
പെൻറ്റിയം 3-ലും 4-ലും AMD CPUസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ATX SMPS ആണ്. ഇനി മൂന്നാമത്തത് BTX SMPS. BTX സ്റ്റാൻഡ്സ് ഫോർ ബാലൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ്. ബാലൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ്. BTX stands for Balanced Technology Extended. They have 24-pin power connector. This is also called as BTX power connector. They have 20-pin power connector. This is also called as BTX power connector. അപ്പോൾ 24 പിന്ന് കണക്ടർ ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയുക? BTX പവർ കണക്ടർ എന്ന് പറയുന്നു. ഇറ്റ് ഹാസ് 15 പിൻ SATA power connectors. It has 15 pin SATA power connectors. 15 പിന്ന് SATA power connectors ഉണ്ട്. ഇതിൽ പിന്നെ 24 പിന്നെ കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് പിന്നെ 1 പിന്നെ 12 കഴിഞ്ഞിട്ട് 13 അല്ല, വീണ്ടും ലെഫ്റ്റിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 13. But it has 15 pin SATA power connectors. They are used in dual core, core to duo, quad core, i3, i5, i7 and latest AMD CPUs. ഇപ്പോൾ ഡുവൽ കോറ്, കോർ ടു ഡ്യുവോ, ക്വാഡ് കോർ, i3, i5, i7ലും അതുപോലെ ലേറ്റസ്റ്റ് AMD CPUസിലൊക്കെ യൂസ് ചെയ്യുന്നത് BTX ബാലൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ് SMPS ആണ്. അതിൻ്റെ 24 പിന്നും ആ പിന്നിലേക്കുള്ള ഓരോ പിന്നിലേക്കുള്ള വോൾട്ടേജും ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. ഓക്കെ. അടുത്തത് ഫങ്ഷൻസ് ഓഫ് SMPS ഇൻ PC. എന്താണ് SMPSൻ്റെ ഫങ്ഷൻ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൽ? ഇറ്റ് പ്രൊവൈഡ്സ് റിക്വയർഡ് വോൾട്ടേജ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇറ്റ് പ്രൊവൈഡ്സ് റിക്വയർഡ് വോൾട്ടേജ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വോൾട്ടേജസ് നൽകുകയാണ് ഇതിൻ്റെ ഫംഗ്ഷന്. SMPSൻ്റെ ഫംഗ്ഷനിലെ നമുക്ക് മദർ ബോർഡിൽ പല ഭാഗങ്ങളിലേക്ക് പല വോൾട്ടേജസാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആവശ്യമായ വോൾട്ടേജസിനെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നൽകുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ? SMPSൻ്റെ ഫംഗ്ഷൻ. ഇറ്റ് സപ്പോർട്ട്സ് PS ഓൺ സിഗ്നൽ. It supports PS on signal. It is on or off signal passes between PS and motherboard. അപ്പോൾ PS ഓൺ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൺ ഓഫ് സിഗ്നൽ പാസസ് ബിറ്റ്വീൻ പവർ സപ്ലൈ ആൻഡ് മദർ ബോർഡ്. ദ സിഗ്നൽ ടേൺസ് ഓൺ ദ PS വെൻ ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഫ്രം ഹൈ ടു ലോ. ദ സിഗ്നൽ ടേൺസ് ഓൺ ദ PS വെൻ ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഫ്രം ഹൈ ടു ലോ. സിഗ്നലിൻ്റെ ഹൈന്ന് ലോയിലേക്കുള്ള ട്രാൻസിഷനിലാണ് ഓൺ ആക്കുക. ടേൺ ഓഫ് ആവുന്നതോ? ടേൺ ഓഫ് ദ PS വെൻ സ്വിച്ച്ഡ് ഫ്രം ലോ ടു ഹൈ. ഇറ്റ് സെൻഡ്സ് പവർ ഗുഡ് സിഗ്നൽ ടു മദർ ബോർഡ്. അപ്പോൾ മദർ ബോർഡിലേക്ക് പവർ ഗുഡ് സിഗ്നൽ സെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വെൻ PC ഈസ് പവേർഡ് ഓൺ, PS perform self-test and check to see the required voltages are correct. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് പവർ സപ്ലൈ ഒരു സെൽഫ് ടെസ്റ്റ് നടത്തും. എന്നിട്ട് ചെക്ക് ചെയ്യും റിക്വയർഡ് വോൾട്ടേജസ് ഉണ്ടോ, എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഓക്കെ, പവർ ഗുഡ് സിഗ്നൽ ഈസ് സെറ്റ് ഹൈ, സെൻഡ് ടു മദർ ബോർഡ്. പവർ ഗുഡ് സിഗ്നൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് മദർ ബോർഡിലേക്ക് സെൻഡ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സെറ്റ്, PC is trapped in a loop, BIOS continuously and appear to be hang up. അത് കറക്റ്റ് വോൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നോട്ട് സെറ്റ്, അത് സെറ്റ് ആവില്ല. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സെറ്റ്, PC is trapped in a loop continuously. അതിങ്ങനെ BIOS സെറ്റപ്പിൽ തന്നെ കിടക്കും, എന്താവും? ഹാങ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ പവർ ഗുഡ് സിഗ്നൽ മദർ ബോർഡിന് കിട്ടിയാൽ മാത്രമാണ് എന്ത് ചെയ്യുക? ഇപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആവുള്ളൂ. അപ്പോൾ പവർ ഗുഡ് സിഗ്നൽ എങ്ങനെ കിട്ടുന്നത്? പവർ ഓൺ ചെയ്ത ഉടനെ തന്നെ പവർ സപ്ലൈ എന്ത് ചെയ്യും? ഒരു സെൽഫ് ടെസ്റ്റ് നടത്തിയിട്ട് പ്രോപ്പറായിട്ടുള്ള വോൾട്ടേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതിന് ശേഷമാണ് പവർ ഗുഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്തിട്ട് അത് മദർ ബോർഡിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ SMPS എന്തുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ്സ് പവർ ടു PWM IC ഇൻസൈഡ് SMPS. SMPSൻ്റെ ഉള്ളിലുള്ള കൺട്രോൾ സെക്ഷനിൽ വരുന്ന PWM ICക്ക് വേണ്ട പവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഈ SMPS തന്നെയാണ്. ഓക്കെ. SMPS ഫാൻ എന്താ നോക്കാം. അതിൻ്റെ ഫിഗർ
സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ബ്ലോസ് എയർ ഔട്ട് ദെർബൈ റിമൂവ്സ് ദ ഹീറ്റ് ജനറേറ്റഡ് ഫ്രം ഇൻസൈഡ് SMPS. SMPSൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഹീറ്റ്, ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫാന്. SMPSൻ്റെ ബോർഡിലുണ്ടാകുന്ന ഹീറ്റിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, SMPS ഫാന് യൂസ് ചെയ്യുന്നത്. അസിസ്റ്റ് ഇൻ കീപ്പിംഗ് ദ കമ്പോണൻസ് ആൻഡ് ഹീറ്റ് സ്വിങ് കൂളർ. ഇതെന്തുകൂടി ചെയ്യും? അതിലുള്ള ഹീറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് കമ്പോണൻസിനെയൊക്കെ കൂളാക്കി നിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നത് ഈ ഫാനാണ്. അതിന് കൂളിംഗ് ഫാൻ എന്നും അറിയപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് കോമ്പാക്റ്റ്. നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ AT-SMPS ആൻഡ് ATX-SMPS എന്താണെന്ന് നോക്കാം. AT-SMPS ഡസ് നോട്ട് ഹാവ് സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ. AT-SMPSന് എന്തില്ല? സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ ഇല്ല. എന്താണ് സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ? സോഫ്റ്റ് സ്റ്റാർട്ട് ഈസ് ദ ഗ്രാജുവൽ ടേണിംഗ് ഓൺ ഓഫ് ആൻ ഇലക്ട്രോണിക് പവർ സപ്ലൈ to avoid stressing the components by the sudden current or voltage surges associated with the ഇനീഷ്യൽ ചാർജിങ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. എന്നുവെച്ചാൽ എന്താണ്? അതായത് ഓൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന സഡൻ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് സർജസ് ഉണ്ടാവും. അതുമൂലം കമ്പോണൻസ് ഉണ്ടാകുന്ന സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാജ്വലി ഓൺ ചെയ്യുക. പവറിനെ, ഇലക്ട്രോണിക് പവർ സപ്ലൈനെ നമ്മൾ ഗ്രാജ്വലി ഓൺ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? പെട്ടെന്നുള്ള ഇൻറഷായിട്ടുള്ള കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജസിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാജ്വലി ഓൺ ചെയ്യുന്ന പ്രോസസ്സ് എന്താ പറയുക? സോഫ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് പവർ ഓൺ ചെയ്യുന്ന സമയത്ത് എല്ലാ ആക്റ്റീവ് കമ്പോണൻസും ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് മാറും അല്ലേ? കപ്പാസിറ്റർ 0-ൽ നിന്ന് അതിൻ്റെ ഫൈനൽ വാല്യൂയിലേക്ക് ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇൻഡക്ടേഴ്സ്, ട്രാൻസ്ഫോമേഴ്സൊക്കെ എന്ത് ചെയ്യും? ഫ്ലെക്സ് സ്റ്റെബിലൈസ് ചെയ്ത് നോക്കും. അങ്ങനെ ഒരുപാട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, എല്ലാ കമ്പോണൻസും അതിന് പെട്ടെന്നൊരു ചാർജ് വരികയാണെങ്കിൽ, ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ അതെന്താണ്, ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാജ്വൽ ടേണിംഗ് ഓഫ് ഇലക്ട്രോണിക് പവർ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കമ്പോണൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റിൽ നിന്ന്. അപ്പോൾ അത് എന്താ പറയുക? സോഫ്റ്റ് സ്റ്റാർട്ട് എന്നുള്ളത്. അപ്പോൾ AT-SMPSൽ എന്തില്ല? സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ ഇല്ല. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ജനറേറ്റ് 3.3 വോൾട്ട് DC. ഇനി ATX-SMPS ഹാവ് സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ. ഇപ്പോൾ പിന്നെ SMPSനെല്ലാം എന്തുണ്ട്? സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ട്. ഡിലേ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ സോഫ്റ്റ് സ്റ്റാർട്ട് നൽകുന്നത്. ജനറേറ്റ് 3.3 വോൾട്ട് DC ആൻഡ് ATX-PS ഡസ് നോട്ട് ഷട്ട് ഡൗൺ കംപ്ലീറ്റ്ലി. ഈ ATX പവർ സപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് എന്താവില്ല? ഷട്ട് ഡൗൺ ചെയ്യില്ല. ഇറ്റ് ഓൾവേസ് ഗീവ്സ് 5 വോൾട്ട് ടു ദ മദർ ബോർഡ്. ഓക്കെ, നമുക്ക് സമ്മറൈസ് ചെയ്യാം. SMPS ടോപ്പോളജി നമ്മളിന്ന് പഠിച്ചത്. അതിൽ AC to DC കൺവേർട്ടഡ് ടൈപ്പ് SMPS, DC to DC കൺവേർട്ടഡ് ടൈപ്പ് SMPS, ഫ്ലൈ ബാക്ക് കൺവേർട്ടഡ് ടൈപ്പ് SMPS, ഫോർവേഡ് കൺവേർട്ടഡ് ടൈപ്പ് SMPS ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ പാർട്സ് ഓഫ് PC SMPS, ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ്, ഫാന്, AC പവർ സോക്കറ്റ്, AC പവർ സ്വിച്ച്, പവർ സപ്ലൈ ഇൻ്റർഫേസ് കണക്ടേഴ്സ് എല്ലാം എന്തുണ്ട്? SMPSൽ ഉണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് PC-SMPS, പേഴ്സണൽ കമ്പ്യൂട്ടർ SMPSൽ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് പറഞ്ഞു അല്ലേ? AT-SMPS, ATX-SMPS, BTX-SMPS. പിന്നെ ഫങ്ഷൻസ്, വോൾട്ടേജ് ടു ഡിഫറെൻറ്റ് പാർട്സ്, സപ്പോർട്ട്സ് PS ഓൺ സിഗ്നൽ, സെൻഡ് പവർ ഗുഡ് സിഗ്നൽ ടു മദർ ബോർഡ്, പവർ ടു PWM IC. നമ്മൾ SMPSൻ്റെ ഫങ്ഷൻ പറഞ്ഞു. ആൻഡ് അതിലുള്ള ഫാന് റിമൂവ്സ് ദ ഹീറ്റ് ജനറേറ്റർ. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ AT-ATX-SMPS, സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ, ജനറേറ്റ് 3.3 വോൾട്ട്, ഇത്രയും കാര്യങ്ങൾ. DC 3.3 വോൾട്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ലെസണിൽ നമ്മൾ പവർ കണക്ടേഴ്സ് ഓഫ് PC-SMPS ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് PC-SMPS ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.